ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ചില സിദ്ധ ട്രീറ്റ്മെൻറ്റുകാർ HIV പൂർണ്ണമായിട്ടും ക്യൂറാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വൈറൽ ലോഡ് CD4 റിപ്പോർട്ട്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ആരും അതിൽ പോയി തലവെച്ച് കൊടുക്കരുത്. ലോകത്ത് അങ്ങനെ ഒരു ക്യൂർ ഉണ്ടെങ്കിൽ ലോകത്ത് കോടാനക്കോടി ആളുകളാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇവരും ഈ പറയുന്ന സിദ്ധ, ആയുർവേദ, ഹോമിയോപ്പത്തി, യുനാനി ഇവരും എല്ലാം ഉപജീവനത്തിന് വേണ്ടിയാണ് ഈ പരിപാടിയായിട്ട് നടക്കുന്നത്, ആരും സേവനത്തിന് വേണ്ടിയല്ല. അപ്പം ഈ ഒരു ഫോർമുല ഇവർക്ക് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചാൽ ഇവർ എന്താ പറയുക, എത്രമാത്രം സ്വത്തിന് ആസ്തി ഉള്ളവരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ചെറിയൊരു ക്ലിനിക്ക് നടത്തുന്നവരോ അല്ലെങ്കിൽ ചെറിയൊരു വെബ്സൈറ്റ് തട്ടിക്കൂട്ടി അതിൽ കുറേ പൊട്ടത്തരങ്ങളുള്ള കുറച്ച് റിപ്പോർട്ട്സുകളും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളാരും അതിൽ പോയി പെടരുത്. കാരണം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലുള്ള ചതിയിൽ ചെന്ന് പെടുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ആന്ധ്രയിൽ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ അതായത് തമിഴ്നാട്ടിലെ തന്നെ നമ്മൾ കേരളമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ജില്ലയിൽ HIV ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ സിദ്ധന്മാർ അവകാശപ്പെട്ടിട്ട് കുറേ ആളുകൾ പോയിട്ട് അവർക്ക് കുറേ അധികം കിഡ്നി പ്രോബ്ലംസുമായിട്ട് നമ്മുടെ അടുക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്തുകൊണ്ടാണ് ഇപ്പം 2025 ഇപ്പോൾ ഒരു വേൾഡ് എയ്ഡ്സ് ഡേ കഴിഞ്ഞു, ഇപ്പോൾ 2026 പോകാൻ പോവുകയാണ്. 1983 കാലഘട്ടങ്ങളിലാണ് HIV കണ്ടുപിടിക്കപ്പെട്ടത്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 41-42 വർഷമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ട് HIV മാത്രം മെഡിസിൻ കണ്ടെത്താൻ പറ്റുന്നില്ല? ആ ഒരു ബേസിക് നോളജ്, അതിൻ്റെ ആ ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ, ആ വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയോ അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല. ദൈവത്തെ ഓർത്ത് മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കരുത്. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടുകൂടി ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം എവിടെ ഇരുന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്തുനിന്ന് ഒരു സംഭവം ഇപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ, നമ്മുടെ ചാനലിൽ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം പെടുന്നില്ല എന്ന് തോന്നിയാൽ ഞങ്ങൾ ചാനൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ ഞങ്ങൾ ഇതേ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള ഒരു മാനസിക നിലയിൽ നിൽക്കുന്ന ഒരാളല്ല പ്രത്യേകിച്ച് ഞാൻ. കാരണം കേരളത്തിലെ കാര്യങ്ങൾ മലയാളം ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. എനിക്ക് ഇത് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എനിക്കിത് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് ആളുകൾ പോസിറ്റീവ് ആകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞി ചാനലാണ്. പക്ഷേ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ മനസ്സിൽ നമ്മുടെ ചാനൽ കൊണ്ട് കുറച്ച് പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് നേരിട്ടും അല്ലാതെയും ഫോണിൽ കൂടെയും ഒക്കെ അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എനർജിയിൽ നമ്മളിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. എനിവേയ്സ്, ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, HIV മരുന്ന് ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാത്തത്? നിങ്ങൾ പല പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടാവും. HIV ട്രയൽ റൺ അവസാന ഘട്ടത്തിൽ ജനീവയിൽ ഇത് നടക്കുന്നു, സൗത്ത് ആഫ്രിക്കയിൽ ആ ഒരു സ്റ്റഡി നടക്കുന്നു, ഈ ഒരു സ്റ്റഡി നടക്കുന്നു, പുത്തൻ പ്രതീക്ഷയുമായിട്ട്. ഈ സ്റ്റഡി എന്ന് പറയുന്ന ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം ഒറ്റ പത്രങ്ങളും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പല HIV സ്റ്റഡീസും ഫൈനലിൽ വന്ന പല HIV ക്യൂർ സ്റ്റഡീസും ഫ്ലോപ്പായിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് പലതും പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. ചില തരത്തിലുള്ള ജീൻ എഡിറ്റിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ചില സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ആ പേഷ്യൻസിൽ ക്യാൻസർ സെൽസൊക്കെ ഡെവലപ്പ് ആകുന്ന പോലെ കണ്ടു. അങ്ങനെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു റിസർച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ മരുന്ന് കണ്ടുപിടിക്കില്ല എന്നല്ല പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് നിലവിൽ ലോകത്തിൽ HIV മെഡിസിൻ ഇല്ല എന്നുള്ളത് തറപ്പിച്ച് പറയണം. അപ്പോൾ ചിലവർ ചോദിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം, ഞാൻ ന്യൂസിൽ കണ്ടല്ലോ ലോകത്ത് HIV ക്യൂറായ 7ാമത്തെ പേഷ്യൻ്റ് ഇന്നയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടല്ലോ എന്ന് പറയാം. അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ, ആ ഒരു പേഷ്യൻറ്റിന് മജ്ജ മാറ്റി വെക്കലാണ് ചെയ്തത്. അവർക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു, അതിൻ്റെ കീമോ എടുത്തു, പ്ലസ് മജ്ജയും മാറ്റി വെച്ചു. ആ ഒരു സമയത്താണ് അവർക്ക് HIV ക്യൂറായത്. അത് എല്ലാ ആളുകളിലൊന്നും പ്രാക്ടിക്കലല്ല, ആ രീതിയിൽ ഒരു ചികിത്സയും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ HIV വൈറസിൻ്റെ ഘടനയെപ്പറ്റി പറയാം. വളരെ സിമ്പിളായിട്ടാണ്, റോക്കറ്റ് സയൻസ് ഒന്നും അല്ല പറയാൻ പോകുന്നത്, വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുകയാണ്. അതായത് HIV നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ, അതായത് CD4 സെല്ല്, ഞാൻ ഈ CD4 സെല്ല് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനകത്തും പറഞ്ഞു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. CD4 സെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി. ഈ സെല്ലിനെ നേരിട്ട് ആക്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതായത് ഒരു സെല്ലിനെ പിടിച്ച് നശിപ്പിച്ച് അതിനെ കൊന്നു വിളിക്കുന്നതല്ല HIV വൈറസ് ചെയ്യുന്നത്. ആക്ച്വലി ആ CD4 സെല്ലിനെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ DNA കയറി തന്നെ ഒളിച്ചിരിക്കുന്നു. ആ ഒരു സെല്ലിൻ്റെ DNA കയറി ഒളിച്ചിരിക്കുകയാണ് ഈ കക്ഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് HIV ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അതിനെ നമ്മൾ ലേറ്റന്റ് റിസർവെയർ എന്നാണ് പറയുന്നത്. അതായത് ഇവൻ ഇതിനകത്ത് കയറി അങ്ങ് ഒളിച്ചിരിക്കുകയാണ്. ഈ ഒളിച്ചിരിക്കുന്ന HIV കണങ്ങളെ ഏതെങ്കിലും മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള റേഡിയേഷൻ കൊണ്ടോ ഒന്നും ഇതുവരെ ശാസ്ത്രത്തിന് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്. മനസ്സിലായോ? അതായത് ഈ ഒളിച്ചിരിക്കുന്ന കക്ഷിയെ പുറത്ത് ചാടിക്കാനായിട്ട് ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. എത്ര ശക്തമായ മരുന്നുകൾ കൊടുത്താലും ഇവ കോശങ്ങൾക്കകത്ത് ഉറങ്ങി തന്നെ കിടക്കുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ U അൺഡിറ്റക്റ്റബിൾ എന്നുള്ള ആ ഒരു ടേമിൽ നമ്മൾ പറയുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും അറിയാവുന്ന, പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ടേം ആയിരിക്കും U അല്ലെങ്കിൽ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്നത്. അപ്പോൾ ഓർത്തു വെക്കുക. അപ്പം നമ്മൾ മരുന്ന് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ART മെഡിസിൻസ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈറസ് പോയി നമ്മളുടെ സെല്ലിനകത്ത് പോയി ഡീപ്പായിട്ട് പോയി ഉറങ്ങിക്കിടക്കും. ഏത് സെല്ലാണ് എവിടുത്തെ സെല്ലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ന്യൂനത. അപ്പം ഈ സെല്ലിനകത്ത് ഡീപ്പായിട്ട് പോയി ഒളിച്ചു കിടക്കും. മരുന്ന് ഇവൻ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, ശ്രദ്ധിച്ച് കേട്ടോണം, മരുന്ന് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു ഈ സെല്ലിൽ നിന്ന് ഇവൻ തലപൊക്കുകയും ഇത് വീണ്ടും പെരുകുകയും ചെയ്യും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കറൻ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ പിന്നീട് ഒരു പക്ഷേ അവരുടെ ശരീരത്തിൽ വർക്കായെന്ന് വരത്തില്ല. ഓൾറെഡി ആ മെഡിസിൻ അല്ലെങ്കിൽ ആ ഡ്രഗ് റെസിസ്റ്റ് ആയിട്ടുണ്ടാവും. അതിനെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഒന്നും കൂടെ നമുക്ക് ഡീപ്പായിട്ട് പോകും. എന്താണ് HIV ഇപ്പോൾ ചികിത്സ ഇല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ക്യൂറാക്കാൻ പറ്റാത്തതെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ HIV മരുന്നുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈറസുകളെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുക, അല്ലെങ്കിൽ അവനെ പോയി ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് പോലെ അവനെ എന്നേക്കുമായിട്ട് ഉറക്കുക എന്നതാണ് ART മെഡിസിൻ അല്ലെങ്കിൽ ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈറസിൻ്റെ അളവ് ശരീരത്തിൽ ബ്ലഡിൽ കുറയുകയും വൈറസ് ലെവൽ അൺഡിറ്റക്റ്റബിളിലേക്ക് എത്തുകയും ചെയ്യും. ഇതിൻ്റെ പ്ലസ് പോയിന്റ് ഇതാണ് HIV ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു അൺഡിറ്റക്റ്റബിൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് മറ്റാരിലേക്കും ഇത് പകരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആ ഒരു വ്യക്തി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണെങ്കിലും ശരി, മുലയൂട്ടിയാലും ശരി, അല്ലെങ്കിൽ എന്തൊക്കെ അവരുടെ ബ്ലഡ് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പക്ഷേ മുറിവിലേക്കൊക്കെ ഒഴിച്ചാലോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലും അവരുമായിട്ട് ബന്ധപ്പെട്ടാലും HIV ഒരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പം ഞങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ നമുക്ക് 2-3 ക്ലിനിക്ക് ഉണ്ട് ചെന്നൈയിൽ തന്നെ. അപ്പം ഈ ഒരു ക്ലിനിക്കിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരാൾ പോസിറ്റീവാണ്, ഇപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവാണ്, വൈഫ് നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ. അപ്പം ഇവർക്കൊരു കുട്ടികളെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്
നമ്മൾ പുള്ളിക്കാരിക്ക് വൈഫിന് വന്നിട്ട് PREP ഒക്കെ സജസ്റ്റ് ചെയ്യുമായിരുന്നു, മെഡിസിൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ അടുത്ത് വരെ നമ്മൾ 1% പോലും റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഏറ്റവും അഡ്വാൻസ് സ്റ്റഡീസ് അനുസരിച്ച് അതിൻ്റെ പോലും ആവശ്യമില്ല. ഹസ്ബൻഡ് അൺഡിറ്റക്റ്റബിൾ ആണെങ്കിൽ അവർക്ക് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ നോർമലായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ആ ഒരു സമണയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശുക്ലത്തിൽ നിന്നുണ്ടാ വൈഫിലേക്ക് HIV ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അവർക്കുണ്ടാവുന്ന കുട്ടിയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ അത്ര കണ്ട് അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ സയൻസ്. നമ്മുടെ പുതിയ തരത്തിലുള്ള ഡ്രഗുകൾ, മരുന്നുകൾ, പല പല കോമ്പിനേഷൻസ്, 0 സൈഡ് എഫക്ട്സ് മെഡിസിൻസ്, 100 കണക്കിനും HIV മെഡിസിൻസ് ആണ് അപ്രൂവൽ കൊടുക്കുന്നത്, ഇറങ്ങുന്നത്. പുതിയ തരത്തിലുള്ള വിപ്ലവങ്ങൾ, ലോങ് ആക്ടിങ് ART എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവം, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലേക്ക് എത്താനായിട്ട് നമ്മുടെ നിലവിലുള്ള മരുന്നുകൾ സഹായിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം മറ്റാരിലേക്കും പകരില്ല. ഒരുപാട് വർഷം, അതായത് ആ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അവർക്കൊരു 80 വയസ്സാണ് ആയുസെങ്കിൽ ഈ HIV മൂലമോ HIV ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പക്ഷമോ അവർക്ക് ഈ 80 വയസ്സിൽ നിന്ന് ഒരു ദിവസം പോലും കുറയില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ആ എത്ര ആയുസ്സുണ്ടോ അത്രയും ആയുസ് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. ഇനി നമുക്ക് ക്യൂർ മെഡിസിൻ വരുമോ, ക്യൂറിൻ്റെ ഇപ്പോഴത്തെ നില എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് നോക്കാം. നമുക്കിപ്പോൾ പ്രതീക്ഷ നൽകുന്ന, എനിക്കിപ്പം എടുത്ത് പറയത്തക്ക തരത്തിൽ പ്രതീക്ഷ നൽകുന്ന 3 സ്റ്റഡീസാണ് ഇപ്പോൾ ലോകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ്. ഇതിനകത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സാധനമാണ് CRISPR എന്ന് പറയുന്ന സംഭവം. അതായത് അത് ജെൻ എഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്ന് ചിലവർ പറയും. ഇത് വൈറസ് ഒളിച്ച് കിടക്കുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ CD4 സെല്ലിനകത്ത് കയറി വൈറസ് ഒളിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മുടെ DNA ഭാഗമാണ്. അപ്പം ഈ പുള്ളിക്കാരൻ എവിടെയാണോ പോയി ഒളിഞ്ഞ് കിടക്കുന്നത് ആ ഭാഗത്തിന് തന്നെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് നീക്കാനായിട്ടുള്ള ശ്രമമാണ്. അതിനെയാണ് ജെൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഈ CRISPR-ൻ്റെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഈ CRISPR എന്ന് പറയുന്ന സാധനം ഈ ബാക്ടീരിയയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ബാക്ടീരിയാസിനെ വൈറസ് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ബാക്ടീരിയ എടുക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് CRISPR എന്ന് പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആണ്, എന്തെന്ന് പറയേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ലേറ്റൻസി റിവേഴ്സൽ തെറാപ്പി, അല്ലെങ്കിൽ ട്രാപ്സ് എന്നൊക്കെ പറയുന്ന സാധനം. തെറാപ്പി ഉണ്ട്, ട്രാപ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. അതായത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഷോക്ക് ആൻഡ് കിൽ എന്നാണ് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറയുന്നത്. അതായത് കോശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ CD4 സെല്ലിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വൈറസിനെ പുറത്തു വരുത്തുകയും പുറത്തു വരുമ്പോൾ അതിനെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. നമ്മുടെ മത്സ്യത്രിത്താഴിനകത്തൊക്കെ കാണുന്ന പോലെ വലിയ വെളിയിൽ കൊണ്ടുവന്നിട്ട് വെട്ടിക്കൊള്ളുന്ന പോലെ തന്നെ ഒരു പരിപാടി. അതായത് ഷോക്ക് ആൻഡ് കിൽ എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ഇമ്മ്യൂൺ എഞ്ചിനീയറിങ്. അത് എത്ര കണ്ട് പ്രോമിസിങ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗവേഷണം അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ അധികം ഡീറ്റെയിൽസ് ഒന്നും അവർ വെളിയിൽ വിട്ടിട്ടില്ല. ശരീരത്തിലുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, അതായത് CD4 സെല്ലിനെ എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് അത് മോഡിഫൈഡ് ഇമ്മ്യൂണോ സെല്ലായിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ ആ സെല്ല് പോയിട്ട് ഈ ഒളിഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ ടപ്പേന്ന് നശിപ്പിക്കുന്ന സംഭവമാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വെളി വരാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള റിസർച്ചുകൾ, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റിസർച്ചുകൾ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇതൊക്കെ റിസർച്ച് സ്റ്റേജ് ആയിട്ടുള്ളൂ. അപ്പം ഈ റിസർച്ച് കഴിഞ്ഞിട്ട് ഇത് മനുഷ്യനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഈ പല പരീക്ഷണങ്ങളുടെയും റിസൾട്ടൊക്കെ നിങ്ങൾ ന്യൂസിൽ കാണുന്നത് ഇത് ലാബുകളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ സെല്ലുകളിനകത്ത് പരീക്ഷിച്ച് സക്സസ് ആയതൊക്കെയാണ്. അതിനുശേഷം അത് മൃഗങ്ങളിലോട്ട് വരണം, മൃഗങ്ങളിൽ നിന്ന് അത് മനുഷ്യനിലോട്ട് വരണം, മനുഷ്യനിൽ നിന്ന് അത് പിന്നെ WHO അംഗീകാരം കൊടുത്തിട്ട് പല റീജിയണിലുള്ള പല ആളുകളിലേക്ക് വരണം. അവരെ പിന്നെ ഇത് കുറേ കാലം ക്ലോസ് വാച്ച് ചെയ്യണം. ഇതൊക്കെ ക്യൂറായി കഴിഞ്ഞ് ഇവർക്ക് വേറെ വല്ല ജീൻ എഡിറ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ട് വേറെ വല്ല മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടോ, മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എത്ര വർഷം എടുക്കും ഈ മരുന്ന് കൊമേഴ്ഷ്യലി വെളിയിൽ വരാനായിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു 10 വർഷം എടുക്കും അല്ലേ? അപ്പം നിലവിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട്
ഞാൻ പലപ്പോഴും പറയുന്നൊരു വേർഡാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഡിസിനാണ് ART എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അടിപൊളിയായിട്ട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ടിരിക്കും ഈ ART കൃത്യമായിട്ട് കഴിച്ചാൽ. അപ്പോൾ ഈ ഇപ്പോഴത്തെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളവർക്കുള്ള ഏറ്റവും വലിയ ലക്കാണ് ഇപ്പോഴത്തെ മോഡേൺ ART എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, മറ്റ് അസുഖങ്ങൾ വരാതിരിക്കും. ഓൾസോ നിങ്ങളുടെ HIV വൈറസിനെ അവിടെ കിടത്തി ഉറക്കിട്ടാൽ ഒലിച്ചുറക്കി അവിടെ ഇട്ടേക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇപ്പോൾ പലരും ചോദിക്കാം HIV മെഡിസിൻ എപ്പം വരും. സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു തീയതിയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് അടുത്ത കൊല്ലം HIV മെഡിസിൻ അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ 2016 ഈ ഒരു മേഖലയിലോട്ട് വരുന്നത്. അന്നോട്ട് ഞാൻ കേൾക്കുന്നതാണ് അടുത്ത കൊല്ലം മെഡിസിൻ വരും. നിലവിൽ ഒരു ചുക്കും വരാനായിട്ടൊന്നും പോകുന്നില്ല ഉടനെ ഒന്നും. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങളിപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക, ART മെഡിസിൻ അടിപൊളിയായിട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ART എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടോ, എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കണം, എന്ത് തരത്തിലുള്ള ലിക്വിഡ്സ് കൺസ്യൂം ചെയ്യണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇത്രയാണ്. HIV നിലവിൽ ക്യൂർ സംഭവങ്ങളൊന്നുമില്ല. ആരും പോയി ട്രാപ്പിലൊന്നും ചെന്ന് പെടരുത്. അതിനു വേണ്ടിയാണ് ഈ പറയണത്. അപ്പോൾ ഒരു കാര്യം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും HIV ഒന്നും മാറില്ല. അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സാറേ 10 വർഷമായിട്ട് പോസിറ്റീവാണ്, ഇതുവരെ മരുന്നെടുക്കുന്നില്ല. ഞാൻ എത്ര നേരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. പുള്ളി വന്നത് എന്തിനാണെന്നറിയോ, TB പിടിച്ചിട്ടാണ് വന്നത്. ഇപ്പം HIV ട്രീറ്റ് ചെയ്യാതെ കുറേ കാലം ഇപ്പോൾ മറ്റ് കോൺഫെക്ഷൻസ് വരണതാണ്. പുള്ളി വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ചല്ല, സെറ്റായി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കരുത് കേട്ടോ. കൃത്യമായിട്ട് ART മെഡിസിൻ കഴിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.